आज देश अपने आप को दशकों के लिए नहीं बल्कि सदियों के लिए मजबूत बनाने की दिशा में अग्रसर हो चुका है। और मैं मानता हूं कि इस काम को और अधिक गति देने के लिए मोदी जी से बेहतर और कोई दूसरा नाम नहीं हो सकता है। इसलिए भारतीय जनता അർജുൻ, ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാണാം പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് നിതീഷ് കുമാർ ഇരിക്കുന്നുണ്ട്, ചന്ദ്രബാബു നായിഡു ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യോഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ അന്ന് ഫലം വന്നു കഴിഞ്ഞ് നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ സാധാരണ ഇതിനു മുൻപ് 2014 ഒക്കെ നമ്മൾ കണ്ടത് മോദി സംസാരിക്കുമ്പോൾ പുറകിലുള്ള ബാനർ എന്ന് പറയുന്നത് മോദി ഗവൺമെന്റ് എന്നായിരുന്നു. പക്ഷേ ഇത്തവണ വ്യത്യസ്തതയുണ്ടായിരുന്നു. NDA ഗവൺമെന്റ് എന്ന് കണ്ടു. അതായത് സഖ്യകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആ ദിവസം തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. ആരേതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വായിക്കാനുണ്ട്. ഒന്നാമത്തേത് ഈ BJPയിലെ ഏറ്റവും ഉയർന്ന 4 നേതാക്കൾ എന്ന് പറയുന്ന ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രണ്ടാമത്തേത് അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ JP നഡ്ഡ. പല വേദികളിലും അല്ലെങ്കിൽ പല ചർച്ചകളിലും പൊതുവെ ഇവർക്കുള്ളൊരു മൗനം, അല്ലെങ്കിൽ ഇവർ പരസ്പരം മാത്രം സംസാരിക്കുന്നു, അതല്ലാതെ മറ്റധികം ചർച്ചകളിലേക്ക് പോകുന്നില്ല. മാത്രമല്ല സഖ്യകക്ഷികളുമായി ചർച്ച നടത്തി ഒരു സമവായത്തിൽ എത്താൻ വേണ്ടി പീയൂഷ് ഗോയലിനെയും അശ്വിനി വൈഷ്ണവിയും ചുമതലപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. മാത്രമല്ല യോഗങ്ങളിൽ ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും ഒരേ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അതേ പ്രാധാന്യം ഇപ്പോൾ പല വേദികളിലും BJPക്ക് ഒപ്പം ഇരിക്കുന്ന സമയത്ത് ഈ സഖ്യകക്ഷികൾക്കും ലഭിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും UP, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് ഏറ്റ തിരിച്ചടി വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല ഈ തിരിച്ചടികൾ വിലയിരുത്താൻ വേണ്ടി ഇപ്പോൾ ഇന്ന് NDA സഖ്യകക്ഷികളുടെ യോഗത്തിനൊപ്പം തന്നെ മുഖ്യമന്ത്രിമാരുടെ യോഗം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല ദേവേന്ദ്ര ഫട്നാവിസിനെയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരുമായിട്ടും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഫട്നാവിസ് അറിയിച്ചിരുന്നു. ആ കാര്യങ്ങളടക്കം ചർച്ചയുണ്ട് എന്നുള്ള കാര്യമാണ് BJP വൃത്തങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അറിയിപ്പുകൾ. വലിയ രീതിയിൽ ആരൊക്കെയായിരിക്കും പുതിയതായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുക എന്നുള്ള ആ കാര്യത്തിൽ ഒരു വ്യക്തത ഒരുപക്ഷെ ഇന്ന് വൈകിട്ടത്തോടുകൂടി നമുക്ക് ലഭിക്കും. എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളൊക്കെ. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഇനി ക്ലാരിറ്റി വരേണ്ടത്.